കുറേ നാളായില്ലേ നമ്മൾ ബീച്ചിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട്. ഇന്നൊരു അടിപൊളി ബീച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം കൂട്ടായി ബീച്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് നമ്മുടെ തിരൂരിലാണ് നിൽക്കുന്നത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാലം പാലക്കാടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് വന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണം കേട്ടോ. ഇപ്പോൾ ഏതായാലും ഞാൻ വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ബീച്ചിലേക്കൊക്കെ പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ച്. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ആയത് കാരണം ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഞങ്ങൾ കുട്ടികൾ ആദ്യമായിട്ടാണ് ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ ഈ വീഡിയോയ്ക്ക്. ഒരുപാട് കാറ്റാടി മരങ്ങളും പച്ചപ്പും ഫ്ലവേഴ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി ബീച്ചാണ്. പിന്നെ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് പാർക്ക് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു അമ്മ ഇരുന്ന് അവിടെ നിന്ന് ഊഞ്ഞാലാടി കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഊഞ്ഞാലൊക്കെ ആടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനതേ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുട്ടികളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അങ്ങനെ ഊഞ്ഞാലാടുക അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ളൊരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അനിയത്തിയും ഇതേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇതേ ഊഞ്ഞാലൊക്കെ ആടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിങ്ങനെ നോക്കുന്നതുകൊണ്ട് അവൾക്കും ആടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുത്താനായിട്ടൊന്നുമില്ല, 1 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ മടിയിൽ ഇരുത്തി ഒന്ന് ചെറുതായിട്ട് ആടിപ്പിക്കുക എന്നുള്ളത്. ഊഞ്ഞാലിന് ചെറിയൊരു ചരിച്ചിലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് കാരണം നന്നായിട്ട് മുറുക്ക് ആടാനും ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഊഞ്ഞാലൊക്കെ ആടിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ കളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബീച്ചിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ മുക്കും മൂലം പോലും ഇപ്പോൾ ഓർമ്മ പോലും ഇല്ല. കാരണം എൻട്രൻസ് ഫീസ് കാര്യങ്ങളുണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത് പുതിയതായിട്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 7-8 വർഷം മുമ്പായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഈ ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഇതേ കുഞ്ഞുങ്ങളിതേ മണ്ണിൽ കളിച്ച് ആസ്വദിക്കുകയാണ്. ഒരു പാലക്കാടിലുള്ള സമയത്തൊന്നും ഇങ്ങനെ മണ്ണിൽ ഇറക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കടൽ മണ്ണ് കാണുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ കുറച്ച് നേരം കളിക്കട്ടെ എന്നൊക്കെ ഞങ്ങളും വിചാരിച്ചു. ഞങ്ങൾ മെയിനായിട്ടും ബീച്ചിലേക്ക് വന്നത് ഞങ്ങൾ വീട്ടിൽ ഒന്നാമത് ബോറടിച്ചിരിക്കുകയാണ്. അതേപോലെ കുട്ടികളെ ബീച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണിപ്പിക്കാം, അവർക്കൊരു എക്സ്പീരിയൻസ് ആവും. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു മണ്ണ് വാരി തിരുന്നുണ്ടായിരുന്നു ഗൈസ്. അത് കാരണം ഞാൻ ഓടിപ്പോയി അതൊക്കെ എടുത്ത് മാറ്റി കഴുകി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ കുറേ ഫ്ലവേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ബീച്ചിലെടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ വേറൊരു വീഡിയോത്തെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വീഡിയോയിലെ ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ അത് കാരണം ഞാൻ വേറെ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കുട്ടികൾ നടക്കുന്ന പ്രായമാണ് കേട്ടോ, ഓടാൻ മാത്രമുള്ള ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും അവരുടെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ ഓടേണ്ടി വരും. അങ്ങനെയാണ് കേട്ടോ. ഇന്ന് ഇവിടെ ബീച്ചിൽ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സമാധാനപരമായിട്ട് അവിടെ ഇവിടെ കുറച്ച് ആളുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. സാധാരണ പോലെ തന്നെ പാർക്കിൽ സെപ്പറേറ്റ് ഓരോ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് ഫീസ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ പുറമേ ഉള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഭയങ്കര തണുപ്പും കാര്യങ്ങളാണ്. ബീച്ചിൻ്റെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു വലിയ കടമ്പ തന്നെ കുട്ടികൾക്ക് കടക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന സ്റ്റെപ്പ് മൊത്തം കയറേണ്ടതുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ മതി. പക്ഷേ ഓരോ സ്റ്റെപ്പും അവർ തന്നെ സ്വയം കയറി പരിചയമാവട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ കൈ പിടിച്ച് ഇങ്ങനെ ഓരോരുത്തരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ആളെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും കയറി പൊയ്ക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവരും കോൺഫിഡൻസ് ആയിട്ട് വളരട്ടെ എന്നിങ്ങനെ വിചാരിച്ചു. മറ്റാളാണെങ്കിൽ ഇതേ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് തന്നെ പടികളൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ ഏകദേശം മുഴുവൻ സ്റ്റെപ്പ് ഞങ്ങൾ കയറി തീരാറായി. ഒരു കടമ്പം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു കടമ്പ കഴിഞ്ഞതിന് ശേഷം ആൾ ഭയങ്കര അധികം സന്തോഷത്തിലായിരുന്നു കേട്ടോ. അതിനുശേഷം കാറ്റാടിമരത്തിന് ചുറ്റും ഇങ്ങനെ നടന്നിട്ടുള്ള ഓരോ കളികളായിരുന്നു കേട്ടോ അവരുടെ ഹോബീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഹായ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഹായ് തരുമെന്ന് ചോദിച്ചതാണ്. അതിന് ഇവിടെ നിന്നും കുറേ ഫോട്ടോസ് കാര്യങ്ങളെടുത്ത് 2 പേർക്ക് ഒരുമിച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ച് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ സാധാരണ എല്ലാ ബീച്ചിലും പോലെ തന്നെ കാറ്റാടിയുടെ ഈ പമ്പരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് മോശമല്ലേ. അപ്പോൾ അത് കാരണം അവിടുത്തെ വീഡിയോസൊക്കെ കുറേ ഇങ്ങനെ സ്കിപ്പ് ചെയ്തു. മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഫുള്ളും വോയിസ് ഓവർ കുത്തിരുന്ന് കൊടുക്കുന്നത്. കാരണം ബീച്ചിൽ ആ ഒരു വൈബ് കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തിരമാലയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ബീച്ചിൻ്റെ ശരിക്കും ഭംഗി അറിയാൻ പറ്റുക. പക്ഷേ അവിടെ മ്യൂസിക് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് കാണിക്കും. അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ.
ഇത് കുഞ്ഞുങ്ങളുടെ ലൈഫിലെ ആദ്യത്തെ ബീച്ച് കാഴ്ചകൾ എന്ന് പറയുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സും എനിക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര അധികം സന്തോഷമാണ് കേട്ടോ. കാരണം കാലങ്ങളപ്പുറം കഴിഞ്ഞാൽ പോലും കുഞ്ഞുങ്ങൾക്ക് അവരുടെ കുഞ്ഞു കുഞ്ഞു ഓരോ മൊമെൻറ്റ്സും കാര്യങ്ങളും അവരെങ്ങനെയായിരുന്നു, അവരെത്രമാത്രം ഹാപ്പി ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ഓരോ കുഞ്ഞു വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നതാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞിലത്തെ ആകെ 1-2 ഫോട്ടോസൊക്കെ ഉണ്ടാവുള്ളൂ. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ഉള്ള ഫോട്ടോസ് കാര്യങ്ങളൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലക്കിയാണ്. ഓരോ പഴയ വീഡിയോസ് ഇരുന്ന് കാണുന്ന സമയത്ത് ഭയങ്കര നൊസ്റ്റ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾ മണ്ണിൽ കളിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കണ്ണ് തിരുമുന്നത് കണ്ടിട്ട് നമുക്ക് ചെറുതായിട്ട് പേടിയുണ്ടായിരുന്നു, കണ്ണിൽ എങ്ങനെ ആകുമോ എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് തന്നെ നമ്മൾ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ ചിലവഴിച്ചു. ഇനി പോകാൻ നേരത്തുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര അധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം കുഞ്ഞ് നല്ല ഫോട്ടോസ് കിട്ടി, ഒരുപാട് നല്ല മെമ്മറീസ് കിട്ടി. കുട്ടികളുടെ ലൈഫിൽ അവർ ആദ്യമായിട്ട് ബീച്ച് കണ്ടു, അത് എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾക്കും ഭയങ്കര അധികം സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ, ലവ് യു, ടേക്ക് കെയർ, ടാറ്റാ.